കുറേ നാളിന് ശേഷമാണ് കേട്ടോ നല്ല നെയ്ച്ചാള കിട്ടുന്നത്. അപ്പോൾ ഇത് വെട്ടാനിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലക്കിയുടെ കാര്യങ്ങളെല്ലാം അങ്ങ് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലക്കിയുടെ കൂളാണ് കേട്ടോ അവിടെ ആ പണിതോണ്ടിരിക്കുന്നത്. അങ്ങനെ അവക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വെള്ളവും കൊടുത്തിട്ട് അവളെ അങ്ങ് അടച്ചു വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ കിടന്ന് കരയും വിശന്നിട്ട്. അങ്ങനെ തിരിച്ച് അടുക്കളയിൽ വന്ന് കൈയെല്ലാം കഴുകിയിട്ട് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി അങ്ങ് കയറുകയാണ്. ഇനിയിപ്പോൾ മീൻ ദേഹത്തൊക്കെ തെറിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പതുക്കെയാണ് കേട്ടോ വെട്ടുന്നത്. കാരണം പുറത്തിരിക്കാനുള്ള നിർവാഹമില്ല, അതുപോലെ ചൂടായിരുന്നേ. അങ്ങനെ കുറച്ച് അയലയുണ്ട്, മത്തിയുണ്ട്, പിന്നെ ചൂരയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അയല കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പക്ഷേ മത്തിയുടെ ചെതമ്പൽ കളയാൻ നല്ല പാടാണ്. അത് അവിടെയൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പതുക്കെയാണ് കേട്ടോ ഞാൻ മത്തി വെട്ടിയെടുത്തത്. അങ്ങനെ മീനെല്ലാം വെട്ടിയിട്ട് അത് ഉപ്പിട്ട് നന്നായിട്ട് ഒരവിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ വലിയ ജാർ എടുത്തോണ്ട് അരഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടികല്ലിലിട്ട് ഇടിച്ചെടുത്തു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ പുളിയും മുളകും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് എണ്ണ തീർന്നതറിഞ്ഞത്. പിന്നെ എണ്ണയെല്ലാം ഇട്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ നന്നായിട്ട് വരട്ടിയെടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ അയല കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അയല നന്നായിട്ട് വരവിട്ട് വെച്ചേ. ഒരുപാട് നേരം വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വറക്കാൻ വേണ്ടി അങ്ങ് വെച്ചു. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുത്ത് മീൻകറിയാക്കി അച്ചാറിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ അപ്പുകുട്ടന് ചോറ് വാരി കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അപ്പുകുട്ടനും ഒരു പ്ലേറ്റ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.